ഇറങ്ങുന്നു. അതേപോലെ തന്നെ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് ഒരു ബിക്കിനി ധരിച്ച് ഇറങ്ങിക്കൂടാ? അന്തസ്സുണ്ടെങ്കിൽ മാന്യതയുണ്ടെങ്കിൽ ഇത് രണ്ടും അയാൾക്കില്ലെന്നറിയാം. എങ്കിൽ ഓൾറെഡി കല്യാണം കഴിച്ച് ഡിവോഴ്സ്ഡ് ആകാത്ത ഭർത്താവുള്ള ഒരു കുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ കല്യാണം കഴിക്കാൻ കഴിയൂ? അങ്ങനെ ഒരു പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭിണിയാക്കാൻ പറ്റുമോ? ആ പെൺകുട്ടിയുടെ സമ്മതത്തോടെയല്ലേ ചെയ്തത്? ഇനി അത് മറച്ചു വെച്ചാണ് ആ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനോട് ബന്ധം. രാഹുൽ മാങ്കൂട്ടം സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കണ വന്നേ. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട്. പ്രത്യേകിച്ച് രാഹുലിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഞാൻ കഴിഞ്ഞ 1.5 മാസം അതിനെക്കുറിച്ച് ചർച്ച ചെയ്തൊരു വ്യക്തിയും കൂടെ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യങ്ങൾ തന്നെ. ഓക്കെ, എനിക്കിപ്പോൾ ഇവിടെ ഇലക്ഷൻ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഞങ്ങളുടെ അമ്മ ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണ്, മുതുവള എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പം അവിടുത്തെ സ്ഥാനാർത്ഥിയാണ് അമ്മ. അപ്പം അതിൻ്റെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളുമായിട്ടാണ് ഞാനിങ്ങനെ പോവുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചു, എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരാളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ്. രാഹുലിൻ്റെ കാര്യം നമുക്ക് സംസാരിക്കാം, ഇനി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ കിടക്കുമല്ലേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു വിഷയം ഒരാഴ്ച കൊണ്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ബിഗ് ബോസിൻ്റെ കുറച്ച് കാര്യങ്ങൾ കിടപ്പുണ്ടായിരുന്നു. RJ ബിഗ്സി, അപ്പാണി, അങ്ങനെയുള്ള കുറേ വിഷയങ്ങളൊക്കെ ഒന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ എൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ നമ്മളിപ്പം നമ്മുടെ വീട്ടുകാരുടെ കൂടെ അല്ലേ നിൽക്കണ്ടേ. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു 2 ആഴ്ചയായിട്ട്, കഴിഞ്ഞ ഒരു 6 ദിവസമായിട്ട് വീഡിയോ ഇല്ലായിരുന്നു. പ്രധാനപ്പെട്ട ഒരു വോയിസ് ഉണ്ട്, ആരും മിസ് ചെയ്യരുത്. ആ വോയിസ് അവസാനം ഞാൻ വെക്കും. രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നവർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം, ഞങ്ങൾ സപ്പോർട്ടുണ്ട്, ഞങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് തന്നെ പറയാം. രാഹുലിനെ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ലൈക്ക് അടിക്കുക, പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഞാൻ എന്തായാലും വീഡിയോയിലോട്ട് പോകുമ്പോൾ നമ്മുടെ റിനി ചേച്ചിയാണ് അങ്ങ് സ്റ്റാർ ആവുന്നത്. സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു പെണ്ണ്. പിന്നെ നമ്മുടെ VD സതീശൻ്റെ അടുത്ത ആളാണ് കേട്ടോ പുള്ളിക്കാരി. സതീശനാണ് പുള്ളിക്ക് എല്ലാ സപ്പോർട്ടും പിന്തുണയും. ഈ പറയുന്ന രാഹുലിനെതിരെ സംസാരിക്കാനും രാഹുലിനെതിരെ സതീശനാണല്ലോ നിലപാടും കാര്യങ്ങളും എടുക്കുകയൊക്കെ ചെയ്തത്. ഓക്കെ, അപ്പം നമ്മുടെ റിനി ചേച്ചിയുടെ സപ്പോർട്ടും നട്ടലും ഈ പറയുന്ന VD സതീശനാണ്. പുള്ളിയെക്കുറിച്ച് എന്ത് തോന്നുന്നു വെച്ചാൽ എനിക്ക് അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നവർ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ കേൾക്കാമല്ലോ. അപ്പോൾ നമ്മുടെ റിനി ചേച്ചിയുടെ സംസാരം, ഈ പെൺകുട്ടികൾക്ക് നീതി മേടിച്ചെടുക്കാൻ നടക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഈ റിനി. എൻ്റെ പൊന്ന് റിനി, കുറച്ച് നാണവുമാനവും ഒക്കെ വേണം. സ്ത്രീകൾ രംഗത്ത് വരണം, ഇനിയെങ്കിലും സ്ത്രീകൾ രംഗത്ത് വരണം. ഇങ്ങനെ 100 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന റിനിയോട് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, എന്തുകൊണ്ട് റിനി രംഗത്ത് വരുന്നില്ല? അവിടെ ഇവിടെ ഇല്ലാത്തുള്ള രീതി നിൽക്കുന്ന എന്തുകൊണ്ടാണ്? കഴിഞ്ഞ 3 മാസം മുമ്പ് ഈ ഒരു വിഷയം വന്ന സമയത്ത് പേര് പോലും പറയാതെ ക്ലൂ ഇട്ട് കൊടുത്തൊരു വ്യക്തിയായിരുന്നു റിനി. ഞാൻ പറയില്ല, എനിക്ക് അതുമായിട്ട് പോകാൻ താല്പര്യമില്ല, ഇല്ല എന്ന് പറയുന്ന ഇവള് തന്നെ ഓരോ സ്ത്രീകളും മുന്നോട്ട് വരണമെന്ന് പറയുമ്പം ഇവിടെ സ്റ്റാൻഡ് എന്താണ്? ഞാനതാ ചോദിക്കുന്നത്. ഇവളെ പോലുള്ളവന്മാരെയൊക്കെ എന്തിനു സപ്പോർട്ട് ചെയ്യുന്നു? സപ്പോർട്ടില്ല. 1000 പേരെത്തി 997 പേരും ഇവക്ക് എതിരാ, രാഹുലിന് സപ്പോർട്ടാ. എന്തായാലും റിനിയെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് റിനിയുടെ ഒരു വീഡിയോ ഞാൻ വെച്ചുതരാം. ബീക്കിനിയുടെ ഒരു വീഡിയോ, അത് നേരത്തെ ഞാൻ സംസാരിച്ചത്, ഇത് കാണണം. ഓക്കെ, അപ്പം വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്കും പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് സബും കൂടെ ചെയ്തേക്കുക. റിനിയുടെ വീഡിയോ കാണാം. പുരുഷന്മാര് ഇപ്പൊ ചെറിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് കടലിൽ ഇറങ്ങുന്നുണ്ട്. അതിന് നമ്മൾ വേറൊരു രീതിയിൽ കാണുന്നില്ല, അതിനെ വേറെ രീതിയിൽ കാണുന്നില്ല. അവര് എൻജോയ് ചെയ്യുന്നു, വെള്ളത്തിൽ കളിക്കാനോ കുളിക്കാനോ ഒക്കെ വേണ്ടിയിട്ട് ഇറങ്ങുന്നു. അതേപോലെ തന്നെ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് ഒരു ബിക്കിനി ധരിച്ച് ഇറങ്ങിക്കൂടാ? ഇറങ്ങണം. അത് ചേച്ചി തന്നെ അങ്ങ് ഇറങ്ങ്. പറഞ്ഞു മനസ്സിലായോ? ചേച്ചി തന്നെ ഇറങ്ങുക. കേരളത്തിലെ അമ്മമാരെ, പെങ്ങന്മാരെ, ആങ്ങളമാരെ, എന്തൊക്കെ ആയിക്കോട്ടെ, ഞാൻ നിങ്ങളെല്ലാവരും പറയുവാണ്, ഈ ചേച്ചിയുടെ ഒരു ആഗ്രഹമാണ്. ആണുങ്ങൾ ഈ പറയുന്ന പോലെയൊക്കെ ഇട്ട് ബീച്ചിൽ ഇറങ്ങുന്നുണ്ട്, പെണ്ണുങ്ങൾ എന്തുകൊണ്ട് ഇറങ്ങിക്കൂടാ? അപ്പൊ ഇങ്ങനൊരു യുവ നേതാവാണ് നമുക്കിപ്പോൾ ആവശ്യം. അപ്പം എല്ലാ അമ്മമാരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ മകള് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ മക്കളെ ബീച്ചിലോട്ട് ഇതുപോലെ ഇട്ടുകൊണ്ട് ഇറക്കുവോ? ബീക്കിനെയൊക്കെ ഇട്ടുകൊണ്ട് അറിയാൻ വയ്യത്തോണ്ടൊന്ന് ചോദിക്കുക. അങ്ങനെ താല്പര്യമുള്ളവർക്കും കൂടെ പറയാം. ഇവളെ പോലുള്ളവന്മാരൊക്കെ വന്നിട്ട് ഇതുപോലുള്ള തോന്നിവാസങ്ങളാ പറയുന്നത്. സ്ത്രീകൾക്ക് ബീക്കിനി ഇട്ട് നടക്കണം, എനിക്ക് യോജിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇടുന്നവർക്ക് ഇടാം, അതെവിടെയെങ്കിലും പോയി ഇട്. നീയൊക്കെ എന്ത് മാതൃകയാണ് എവിടെ കൊടുക്കുന്നത്? അവളാണ് പെണ്ണുങ്ങൾക്ക് നീതി മേടിച്ചു കൊടുക്കാൻ ഉണ്ടായി വന്നിരിക്കുന്നത്. ആണും
ഞാൻ കൂടുതൽ പറയുന്നില്ല, ബാക്കി കേൾക്കാം. അല്ല, അങ്ങനെയാണല്ലോ ഒരു ഞാൻ സമൂഹത്തിന്റെ ചിന്താഗതിയെ കുറിച്ചാണ് പറയുന്നത്. അല്ല, ഇപ്പൊ ആൾക്കാർ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടല്ലോ, അങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും അങ്ങനെയുള്ള ഫോട്ടോസ് ഇടുമ്പോൾ ഇപ്പൊ പല നടിമാരൊക്കെ ചില സ്ഥലങ്ങൾ, മാൾഡൈവ്സ് പോലെയോ അല്ലെങ്കിൽ ഗോവ പോലെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഇടുന്ന ഒരു ബിക്കിനി ഡ്രസ്സിനെ പോലും അതിലൊരു ഫോട്ടോ ഒക്കെ ഇടുന്നു. അപ്പൊ പോലും അതാ ഞാൻ പറഞ്ഞത്, പുരുഷന്മാർ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ സ്ത്രീയുടെ ശരീരത്തിന് സ്ത്രീയുടെ ശരീരം എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര സംഭവമാണ് എന്നുള്ളൊരു ചിന്താഗതി ഇല്ലേ എന്നെനിക്ക് തോന്നുന്നു. അപ്പൊ സ്ത്രീയുടെ ശരീരത്തിന് നാച്ചുറൽ ആയിട്ട് കണ്ടാൽ പോരെ. ഏത് വസ്ത്രം ധരിക്കുമ്പോഴും കുറച്ച് ഒരു നോർമൽ തിങ് ആയിട്ട് നോർമലൈസ് ചെയ്ത് കണ്ടുകൂടെ എന്നുള്ളതാണ് എന്റെ പൊന്നു റിനി. ഇപ്പൊ റിനി അതുപോലെ ഇപ്പൊ ഇട്ടുകൊണ്ട് നടന്ന് വെച്ചാ ഞാൻ അതേ തന്നെ ഇങ്ങനെ നോർമലായിട്ട് നോക്കിക്കൊണ്ടിരിക്കുവാണെങ്കിൽ റിനി ഇഷ്ടപ്പെടുവോ? റിനി ഇഷ്ടപ്പെടുവോ? ഞാൻ ചോദിച്ചോട്ടെ. അങ്ങനെയാണെങ്കിൽ ഒന്ന് പറ. ഇവളെ പോലുള്ളവന്മാരാണ് ഇവിടുത്തെ ശാപം. ഉള്ള കാര്യം പറയാമല്ലോ. ഓക്കെ, ഇനി ചേച്ചിയുടെ കുറച്ച് പ്രസംഗങ്ങളും കാര്യങ്ങളും ഒക്കെ കേൾക്കാം. അതിനു മുമ്പേ നമ്മുടെ മാമന്റെ ഒരു വീഡിയോ വെച്ച് തരാനുണ്ട്. മുകേഷ് MLAയും PK ശശിയൊക്കെ എല്ലാവരും മറന്നെന്ന് തോന്നുന്നു. ഞാൻ ഒരു വീഡിയോ വെച്ച് തരാം, എന്നിട്ട് നമുക്ക് റീനയുടെ ബാക്കി കേൾക്കാം. അന്തസ്സുണ്ടെങ്കിൽ മാന്യതയുണ്ടെങ്കിൽ ഇത് രണ്ടും അയാൾക്കില്ലെന്നറിയാം, എങ്കിൽ പോലും അയാൾ രാജിവെക്കേണ്ടതാണ്. ഈ മുകേഷ് MLA സമാനമായ കേസിൽ പ്രതികൾക്ക് കുറ്റപത്രം കൊടുത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളാണ്. മുകേഷില്ലാത്ത എന്ത് ധാർമ്മികതയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടത്? അദ്ദേഹം രാജ്യമെന്ന് ആര് പറഞ്ഞു? എനിക്ക് അതിന്റെ വിശദാംശങ്ങൾ എനിക്കറിയില്ല. അന്ത്യമുണ്ടോ നേതാവെന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം അതും വേണ്ട. ഞാൻ പറഞ്ഞ ചിലപ്പോൾ കൂടിപ്പോവും. സ്വന്തം കൂട്ടത്തിലുള്ളവന്മാരെ നന്നാക്കുക. അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്തവന്മാര് നിന്റെയൊക്കെ കൂടെ നടപ്പുണ്ട്. അവന്മാരെ ആദ്യം നന്നാക്കാൻ പഠിക്കണം, എന്നിട്ട് വേണം ഇരുന്ന് പ്രസംഗിക്കാൻ. എന്തുവാ ഒരു പശുക്കൂട് പണിഞ്ഞാൽ എഴുതും 5, 6, 8 ലക്ഷം രൂപ കണക്ക്. ബാക്കി ഖജനാമയിൽ നിന്ന് മുക്കും. ഇതുപോലത്തുള്ള നാടുകട ഭരണമാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ രാഹുൽ മാങ്കൂട്ട് ഈ പറയുന്ന ഷാഫി ആണെങ്കിൽ പോലും അറിയാലോ, യുവതലമുറയ്ക്ക് ശരിക്കും ഗുണം ചെയ്യുന്ന വ്യക്തികളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വ്യക്തികളെ തകർക്കാൻ ഇവന്മാരെ നോക്കുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാം. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണെങ്കിലും BJPയിലാണെങ്കിലും യുവത്വത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, 3 പാർട്ടിയിലും വെച്ച് നോക്കുവാണെങ്കിലും ഷാഫി ആണെങ്കിലും ഈ പറഞ്ഞ രാഹുൽ ആണെങ്കിലും മികച്ചതാ. പിണറായി വിജയന്റെ മുഖത്ത് നോക്കി എടോ പിണറായി വിജയ എന്ന് പറഞ്ഞൊരു വ്യക്തിയാ. പബ്ലിക്കായിട്ട് പുള്ളി വിളിച്ചു പറഞ്ഞതാണ്. പേടിയാണ് ഇവന്മാർക്കൊക്കെ. ഇവനൊക്കെ വളർന്നു വന്നു കഴിഞ്ഞാൽ ഇപ്പൊ BJPക്കും നല്ല സപ്പോർട്ടും പങ്കും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് റിനി ചേച്ചിയുടെ കുറച്ച് പ്രസംഗങ്ങളൊക്കെ ഒന്ന് കേട്ട് വരാം. അതിനു മുമ്പ് നമ്മുടെ അഭിലാഷിന്റെ പിന്നെ വെക്കാം. നമുക്ക് ആദ്യം റിനിയുടെ പ്രസംഗം കേൾക്കാം. ഏത് നേതാവാണെങ്കിലും ഏത് രാഷ്ട്രീയ നേതാവാണെങ്കിലും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ആ പദവിക്ക് യോഗ്യനല്ല എന്നുള്ളതാണ്. പദവിക്ക് എന്ന് മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി ഇരിക്കാൻ പോലും യോഗ്യനല്ല എന്നുള്ളതാണ്. കാരണം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ അയാൾ പുരുഷന്മാരെ മാത്രമല്ല, അയാളുടെ അരികിൽ സ്ത്രീകൾക്കും വരേണ്ടി വരും. അപ്പൊ അവർക്കും മാന്യമായിട്ട് ഇടപെടാനും ജീവിക്കാനും കഴിയണം. അത്തരത്തിൽ പെരുമാറുന്ന രാഷ്ട്രീയക്കാർ മാത്രമേ നമ്മുടെ സമൂഹത്തെ, അത്തരത്തിൽ പെരുമാറുന്ന പുരുഷന്മാർ തന്നെ അങ്ങനെ ആയിരിക്കണമെന്നാണ്. എന്നാൽ പോലും രാഷ്ട്രീയക്കാരൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ധാർമ്മികത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ അത് ഏത് പാർട്ടിയിലാണെങ്കിലും രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പാടില്ല, സ്ഥാനങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതല്ലെങ്കിൽ കൃത്യമായി അത് തിരുത്തി മുന്നോട്ട് വരാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. റിനിക്ക് ഈ പരാതി പുറത്തു പറഞ്ഞ ശേഷം, പരസ്യമായി പ്രതികരിച്ച ശേഷം നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ അതും നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഉറപ്പായിട്ടും ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്ന പെൺകുട്ടിയുടെ മുഖമടക്കം പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇതാണ് ആ പെൺകുട്ടി എന്ന് പറയുന്ന കാബാലികരും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എറിഞ്ഞിട്ട് കൊടുക്കുകയാണ് ആക്രമിക്കാൻ വേണ്ടി. ഈ രൂപത്തിൽ കാര്യങ്ങളൊക്കെ നടന്ന ശേഷമാണ് ഇപ്പോൾ പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്നത്. അപ്പോൾ റിനി, അപാരമായ ധൈര്യമുണ്ടെങ്കിലല്ലേ പരാതിപ്പെടാനാകൂ. അത് ഇത്ര കാലം മാറിയിട്ടും, ഇപ്പോൾ ശക്തമായി പ്രതികരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇത്ര കാലം മാറിയിട്ടും ആ സ്ഥിതിക്ക് വ്യത്യാസമില്ല എന്നുള്ളതല്ലേ കാണേണ്ടത്? നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് കൃത്യമായി വളരെ സ്ത്രീവിരുദ്ധമായ ഒരു സമൂഹമാണ് ഇപ്പോഴും എന്ന് പറയേണ്ടി വരും. പ്രബുദ്ധ ജനത എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും സ്ത്രീ വിഷയങ്ങളിൽ കൃത്യമായ സ്ത്രീ വിരുദ്ധത ഉള്ളവരാണ് ഒരുപാട് പേര്. എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വളരെയധികം പേരും ഇപ്പോഴും സ്ത്രീ വിരുദ്ധത തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പെൺകുട്ടി
മോളെ അതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞാൽ നിന്നെ പോലുള്ളവന്മാരൊക്കെ ഒന്ന് നോക്കിയാലും ഒന്ന് തൊട്ടാലും പീഡനമൊന്നും പറഞ്ഞിട്ട് ഇതുപോലെ കേസും കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് ഒരു മീഡിയ വന്നിട്ട് എന്താ പറയണ്ടേ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, വള്ളി നിക്കറൊക്കെ ഇട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇതുപോലെ ഡയലോഗ് അടിക്കും, പെണ്ണുങ്ങൾക്ക് നീതി ഉണ്ടാക്കി പറയാം. നിന്നെ പോലുള്ളവന്മാരൊക്കെ തന്നെയാണ് ഈ നാടിന് ശാപം എന്ന് വെച്ചാൽ. ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പറയും. എന്തോ പറയാനാന്ന് പറ. കുറേ കാര്യങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യട്ടെ. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ എനിക്ക് തോന്നുന്നു അതിനേക്കാളും ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന് തോന്നുന്നു അടുത്ത വട്ടം ഇലക്ഷൻ നിൽക്കുമ്പോൾ. ഉള്ള കാര്യം തുറന്നു പറഞ്ഞാലാ, സമൂഹത്തിന് മോശമായിട്ടുള്ളൊരു മെസ്സേജും കാര്യം കൊടുക്കുന്ന റിനിയെ പോലുള്ള ആൾക്കാർ ഇവിടെ റിപ്പോർട്ടർ ചാനലിൽ പിടിച്ചിരുത്താൻ പോലും ഒരിതില്ല. റിപ്പോർട്ടർ ചാനലിൻ്റെ കാര്യം ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ, അവിടെയും ഇവിടെ എല്ലാം നിൽക്കുന്ന ടീംസാണ്. പ്രത്യേകിച്ച് രാഹുലിനെതിരെയാണ് അവർ കുറച്ച് നാൾ കൊണ്ട് നടക്കുകയൊക്കെ ചെയ്യുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചുണ്ടാവുന്ന ഒരു ദുരനുഭവം എന്ന് പറയുന്നത് ഇനിയും അവൾ പലതരത്തിലുള്ള ആക്രോശങ്ങൾക്കും ആക്രമണങ്ങൾക്കും ഇരയാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവരുടെ പേര്, അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ ചിത്രങ്ങളൊക്കെ പുറത്തുവിടാനും അവരെ വ്യക്തിപരമായി ഹത്യ ചെയ്യാനും ഒക്കെ ഉള്ള സാധ്യതകളുണ്ട്. ക്യാരക്ടർ അസാസിനേഷൻ ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷെ അപാരമായ ധൈര്യം വേണം എന്നുള്ള കാര്യം വളരെ ഇതായിട്ടുള്ള, പ്രത്യേകിച്ച് പ്രശസ്തനായ ഒരു വ്യക്തിയാണ് പ്രതിയായി നിൽക്കുന്നത് എങ്കിൽ അപാരമായ ധൈര്യം വേണമെന്ന് മാത്രമല്ല, നീതിന്യായ വ്യവസ്ഥയെ പോലും മാറ്റിമറിക്കുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള, ഇപ്പൊ ഇതൊരു സാധാരണ പുരുഷനായിരുന്നു ഇവിടെ പ്രതിസ്ഥാനത്തെങ്കിൽ ഒരുപാട് ജനങ്ങൾ ഈ പെൺകുട്ടിയുടെ ഒപ്പം നിൽക്കുമായിരുന്നു. പക്ഷെ ഏതെങ്കിലും രീതിയിൽ റീൽസിൽ കൂടെയോ എങ്ങനെയെങ്കിലും ഒക്കെ ഒരു പ്രശസ്തി നേടുന്ന ഒരു പുരുഷന് ഇവിടെ എന്തുമാകാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു സമൂഹമുണ്ട് എന്നുള്ളത് നമ്മൾ മാറ്റേണ്ട. റീലിൽ കൂടെ അവൾ പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, റീലിൽ കൂടെ മാത്രം. അപ്പം ഇതിന്റെ പിന്നിൽ ഉറപ്പായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഇവൾക്ക് നല്ല രീതിയിൽ പിന്തുണ കൊടുക്കുന്നത് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എൻ്റെ പൊന്നു മോളെ, സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും നിങ്ങളുടെ പിണറായി സഖാവിന്റെ ഒരു പോസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ രാഹുലിന്റെയും കൂടെ പോസ്റ്റ് എടുത്ത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പറയുന്ന പിണറായിക്കാളും സപ്പോർട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്. അത് മനസ്സിലാക്കണം. രാഹുലിനാണെങ്കിലും ഷാഫിക്കാണെങ്കിൽ പോലും റീലിൽ കൂടെ ജനങ്ങൾക്ക് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചത്. ഇപ്പോഴും എന്തുകൊണ്ട് ജനങ്ങൾ അയാളുടെ കൂടെ നിൽക്കുന്നു? ഒരു പെണ്ണിന്റെ സമ്മതത്തോടെ നടന്നൊരു കാര്യമാണ്. അവക്ക് നാണവും മാനമില്ലേ? ഒരു ഭർത്താവ് ഉണ്ടായിട്ട് അവക്ക് നാണമില്ലേ? നിങ്ങൾ അത് പറ. നിങ്ങൾ എന്തുകൊണ്ട് അത് പറയുന്നില്ല? അപ്പൊ ഇവിടെ ആരാ കുറ്റക്കാര്? എടായി പറഞ്ഞാൽ കൂടിപ്പോകുന്ന ഒരുപാട് വാചകങ്ങളുണ്ട്. കഥകൾ വേറെ കുറെ, ഇപ്പൊ കഥകൾ മാറി പറയുന്നതാണ്. 3 മാസം മുമ്പ് ചർച്ച ചെയ്ത് വേറെ ആയിരുന്നു. ഗർഭ ഹരിപ്പിച്ചു, ബാംഗ്ലൂരിൽ കൊണ്ടുപോയി. ഇപ്പൊ വേറെ കഥ കേട്ടോ. കഷ്ടം കാര്യമാണ്. അതിനൊരു ധൈര്യമായി ഈ പെൺകുട്ടി മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ അത് എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ്. ഈ ഒരു ധൈര്യം ഈ പെൺകുട്ടിയിൽ നിന്നു പോകരുത്. ഇനിയും ആക്രമിക്കപ്പെട്ടവരും ഉപദ്രവിക്കപ്പെട്ടവരുമായ സ്ത്രീകൾ ഉണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങളും മുന്നോട്ട് വരണം. നിങ്ങളുടെ നീതി നടപ്പാക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ജീവിതത്തിൽ നിങ്ങൾ പോരാടി മുന്നോട്ട് വരണം എന്ന് തന്നെയാണ്. ഇത് ഇവിടെ അവസാനിക്കേണ്ടതല്ല. ഇതൊരു വിഷയമല്ല, ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ അല്ല എന്നുള്ളത് തെളിയിക്കേണ്ടത് സ്ത്രീകളുടെ, ഈ അനുഭവം നേരിട്ട സ്ത്രീകളുടെ ബാധ്യത കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടായാലും നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് വരിക. ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്ന ധൈര്യം ഈ സമൂഹത്തിലെ മറ്റു പെൺകുട്ടികൾക്കും വരാൻ പോകുന്ന പെൺകുട്ടികൾക്കും നമ്മുടെ അനുജത്തിമാർക്കും സന്തോഷകരമായി മാന്യമായി ഈ സമൂഹത്തിൽ നിലകൊള്ളാൻ ഒരു കാരണമാകും. അതുകൊണ്ട് തന്നെ അതിജീവിതമാരെല്ലാവരും മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി. സ്മൃതി പരുത്തിക്കാട് ാത്ത സംസാരങ്ങൾ സംസാരിക്കുന്നതാണ് എനിക്ക് ഒട്ടും യോജിപ്പില്ലാത്ത കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി നമ്മുടെ റിപ്പോർട്ടറിന്റെ ഒരു വീഡിയോ വെച്ചായിരുന്നു. റിപ്പോർട്ടറിന്റെ അല്ല, മനോരമ ന്യൂസിന്റെ ആണെന്ന് തോന്നുന്നു. ഇതുപോലെ വളച്ചൊടിക്കുന്ന ടീംസ് എങ്ങനെ ആയാലും ആ പെണ്ണ് കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നിവന്മാർ പറയില്ല. എന്തുകൊണ്ട് പറയില്ല? ചാനലിന്റെ റേറ്റിംഗ് കുറയും. ഞാൻ ഒരു വീഡിയോ വെച്ചാൽ ഒരു പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ കല്യാണം കഴിക്കും? മറ്റൊരു ഭർത്താവില്ലേ? പുതിയ സ്റ്റോറി ലൈൻ. ഓക്കെ, ഒറ്റ കാര്യം അല്ല, ഇതാണ് ഫാക്ട്. അഭിലാഷ് അറിഞ്ഞൂടെ? ഇനി ഒരു കാര്യം കൂടെ, അഭിലാഷ് അറിഞ്ഞൂടെ ആ പെൺകുട്ടി മാരീഡ് ആണെന്നറിയാം. മാരീഡ് ആളുകൾക്ക് അറിയാം. പെൺകുട്ടി മാരീഡ് ആയ ഭാര്യയാണോ ഉണ്ടാവുക? ഭർത്താവല്ലേ? തെറ്റിദ്ധരിപ്പിക്കരുത്. അതിവൈകാരികത വെച്ച് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കരുത്. എന്താണ് പുതിയ കഥയെന്നൊക്കെ പറഞ്ഞപ്പോ ഉത്തരം മുട്ടി പോവാണ്.
ആ പെൺകുട്ടി ആരാണെന്ന് എന്താണെന്ന് ഇത് ഒരുപാട് കഥകളുണ്ട് കേട്ടോ, നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് കഥകളുണ്ട്. ഞാൻ അടുത്ത വീഡിയോ വിശദമായിട്ട് പറയാം. അപ്പോൾ അതേ ടിസ്റ്റും ഉണ്ട്, ഇതുവരെ വരാത്ത ചില എക്സ്ക്ലൂസീവ് സാധനമൊക്കെ ഞാൻ കൊണ്ടുതരാം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം കറക്റ്റ് കാര്യങ്ങളൊക്കെ. അതിന് മുമ്പേ ഒരു വഴിക്ക് പോകുമ്പോൾ നമ്മുടെ റിനി ചേച്ചിക്കിട്ട് 2 കൊട്ടു കൊടുക്കാൻ നേരത്തിട്ട് ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് വോയിസ് അതൊന്ന് കേട്ടിട്ട് വാ. പാലക്കാട് ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകളും മറ്റും ഭരിക്കുന്നത് BJP ആണെന്നുള്ള കാര്യം അറിയാം. അപ്പം ആ ഒരു അട്ടിമറി ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുക, അതായത് BJP കാരെ തന്നെ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം ഇത്രയും പ്രശ്നമാക്കി ഈ കമ്മ്യൂണിസ്റ്റുകാർ ആയ പാർട്ടിക്കാർ ഇപ്പൊ ഏറ്റെടുത്തിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ. കാരണം വേറൊന്നുമല്ല, ഈ പറയുന്ന സ്ത്രീയുടെ കല്യാണം കഴിഞ്ഞതാണെന്നും എല്ലാം 1 വർഷം മുമ്പേ കല്യാണം കഴിയുക, 1 വർഷം ആകുന്നു കല്യാണം കഴിഞ്ഞിട്ട്, എന്നിട്ട് അവര് തമ്മിൽ വേർപെട്ടിട്ടില്ല എന്നും മറ്റും എല്ലാ കാര്യങ്ങളും പുറത്തു വന്നത്. അതായത് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിയുടെ യൂട്യൂബ് ചാനലിലൂടെ മറ്റും ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നതായിരുന്നു. അതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. അതായത് ഈ പറയുന്ന ഇരയെന്ന് പറയുന്ന സ്ത്രീയുടെ കല്യാണം കഴിഞ്ഞതാണെന്നും പിന്നെ ആ സ്ത്രീ എന്ന് പറയാനേ പറ്റത്തുള്ളൂ, കാരണം ഇരയാക്കപ്പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഒന്നിൽ കൂടുതൽ വട്ടം ഒരാളെങ്ങനെ പീഡിപ്പിക്കുന്നത്? സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയല്ലേ അത് പോയി അവര് കിടക്ക പങ്കിട്ടത്. അപ്പൊ കിടക്ക പങ്കിട്ട് കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇത് സ്വന്തം ചാനലിന് വേണ്ടിയും മറ്റുമായിട്ട് പുറത്തു വന്ന് പറയുമ്പോഴത്തേന് എന്ത് കാര്യത്തിനാണ് ഇവരെ വിശ്വസിക്കേണ്ടത്? ഇവര് പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കല്യാണം കഴിക്കാന്ന് പറഞ്ഞതൊക്കെ, അതിന്റെയൊക്കെ എന്ത് തെളിവാണുള്ള ഇവരുടെ കയ്യില്? പിന്നെ വേറൊരു കാര്യം പറയുന്നത്, ഈ പറയുന്ന ശബരിമലയുടെ സ്വർണ്ണക്കൊള്ളയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അതായത് ഈ ഇലക്ഷന് ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യരുത്, എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം ചർച്ച ചെയ്യണം. അങ്ങനെയുള്ളൊരു ഗൂഢമായൊരു ലക്ഷ്യം തന്നെയാണ് കോൺഗ്രസ്സുകാരെ ഇല്ലാതാക്കുക രാഹുൽ മാങ്കൂട്ടത്തിനെ വെച്ച്. അതിനുവേണ്ടി തന്നെയാണ് ഈ പറയുന്ന എല്ലാ സഹാക്കന്മാരും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുന്നത്. അതായത് പിണറായി വിജയന്റെ മുഖത്ത് നോക്കി എടാ പിണറായി വിജയോ എടോ എന്ന് വിളിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. പിന്നെ DYFIക്കാരെ പറ്റി കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ കുറെ കാര്യങ്ങൾ ഉള്ളതായിട്ടുണ്ടായിരുന്നു, മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതേ സമയത്ത് അവർക്ക് കിട്ടിയ ഒരു സമയം, ആ ചാൻസ് അവർ മുതലാക്കുക എന്നുള്ളൊരു ഉദ്ദേശം, ആ ഉദ്ദേശത്തോടു കൂടിയാണല്ലോ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ സഖാക്കന്മാർ മൊത്തം ഇപ്പൊ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം എടുത്തിട്ട് സോഷ്യൽ മീഡിയ ഫുള്ള് വൈറലാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വൈറലാക്കുമ്പോൾ എന്താ, ജനങ്ങളെല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറകെ പോവുക. ഈ 9 വർഷം ഭരണത്തിൽ വന്ന കാര്യങ്ങളോ അവരെന്ത് വികസനം കൊണ്ടുവന്നു, നോക്കി പറയാൻ പറ്റുന്ന വികസനങ്ങൾ എന്തൊക്കെയാണ്, അതൊന്നും ജനങ്ങൾ അറിയരുത്. അതായത് കുറെ പെൻഷൻ കൊടുത്തെന്ന് പറയുന്നു. ഈ പറയുന്ന ആൾക്കാരുടെ ആരുടെയും കുടുംബത്തിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല ജനങ്ങൾക്ക് കൊടുക്കുന്ന പെൻഷൻ കൊടുക്കാനെന്നും പറഞ്ഞ് എത്ര കോടിക്കണക്കിന് രൂപയാണ് ഖജനാവിലോട്ട് കടമായിട്ട് എടുക്കുന്നത്. 9 വർഷം ഭരിച്ചിട്ട് ഇവർക്ക് ലാഭമായിട്ട് കേരളത്തിന് കിട്ടുന്നു, ഇന്ന വരുമാനം കിട്ടുന്നു എന്ന് പറയാൻ പറ്റുന്ന എന്തൊക്കെ കാര്യമുണ്ട്? തുടർഭരണം കിട്ടുമ്പോഴത്തേന് സർക്കാരിലോട്ട് ഇത്ര രൂപ വീതം മാസം ഇല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴോ വരുന്നുണ്ട്. അങ്ങനത്തെ ഉള്ള കണക്കും കാര്യങ്ങളും പുറത്തു വിടാൻ അങ്ങനെ വേണം ചെയ്യാൻ. അല്ലാതെ ആരുടെയും കണ്ടവന്റെ അവിഹിതം നോക്കി നടക്കുകയല്ല ഇലക്ഷന് മുന്നേ വേണ്ടത്. ജനങ്ങൾക്ക് എന്ത് ഗുണമാണുള്ളത്? രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭിണിയാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം. അത് നിങ്ങൾ നിയമപരമായിട്ട് കേസെടുക്കുക, അന്വേഷിക്കുക, തെറ്റ് പിടിച്ചകത്തിടുക, അതാണ് വേണ്ടത്. അതല്ലാതെ ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെന്നും പറഞ്ഞ് ജനങ്ങൾക്ക് എന്ത് കാര്യമാണ് കിട്ടുന്നത്? അപ്പൊ ഇലക്ഷന്റെ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം അറിയപ്പെടുന്ന ആൾക്കാരുടെ, അതായത് സോഷ്യൽ മീഡിയയിൽ ഇത് വെച്ച് പറയുവാണെങ്കിൽ നമ്മുടെ പിണറായി വിജയൻ, മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ഇടുന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റിന് കിട്ടുന്നത് 20K ലൈക്കും മറ്റുമാണെങ്കിൽ ഈ പറയുന്നതിന്റെ ഇരട്ടിയുടെ അടുത്ത് വരെ, അതായത് 30K ആണെങ്കിൽ 40K, അതായത് അതിലും കൂടുതൽ സപ്പോർട്ടും കാര്യങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോസ്റ്റിന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ സോഷ്യൽ മീഡിയക്കകത്ത് തന്നെ അത്രത്തോളം സപ്പോർട്ട് അവന് കിട്ടുന്നുള്ള കാര്യം ഈ പറയുന്ന പിണറായി വിജയനും സഹാക്കങ്ങൾക്കും എല്ലാവർക്കും അറിയാം. അപ്പൊ എങ്ങനെയും ഇല്ലാതാക്കും, അതാണ് ഉദ്ദേശം. ഒന്നാമത്തെ കാര്യം. പിന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ കോടതി കേസ് കാര്യങ്ങൾ എല്ലാം നടക്കാൻ പോവുകയാണെന്നുണ്ടല്ലോ. അപ്പൊ ഈ ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന ആ സ്ത്രീ ഇത്രയും നാളും എവിടായിരുന്നു? ഈ ഇലക്ഷന്റെ സമയം വരെ, മനസ്സിലായില്ലേ? ഈ ഇലക്ഷന്റെ സമയം വരെ അവരെവിടായിരുന്നു? പിന്നെ അവര് കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു, അവര് പറഞ്ഞെന്നും പറയുന്ന വാർത്തകളിൽ മറ്റും 24-നകത്തൊക്കെ വരുന്നുണ്ടായിരുന്നു 4 ദിവസം വരെ അവരുടെ കൂടെ ജീവിച്ചിട്ടുള്ളത്. അതായത് കല്യാണം കഴിച്ചിട്ട് ഭർത്താവിന്റെ കൂടെ 4 ദിവസം വരെ. അത് കഴിഞ്ഞിട്ട് ഈ 1 വർഷം വരെ ആയിട്ട് അവർ ഡിവോഴ്സ് പോലും ചെയ്തിട്ടില്ല എന്നാ പുറത്തു വരുന്നത്. അപ്പൊ പിന്നെ അങ്ങനെ അത് പുറത്തു വരുന്ന കാര്യങ്ങൾ എങ്ങനെ സത്യമുള്ളത്? അവര് ഒന്നിച്ച് ജീവിച്ചിട്ടുള്ളത് സന്ദീപ് വാര്യർ എന്ന് പറയുന്ന കോൺഗ്രസ് ആയിട്ടുള്ള ഇപ്പൊ ആളുടെ
ഒരു പോസ്റ്റ് കിടപ്പുണ്ടായിരുന്നു, ഇന്നിട്ടതാണ്. ആ പോസ്റ്റിനകത്ത് പറയുന്നുണ്ട് ഈ കല്യാണം കഴിച്ചെന്ന് പറയുന്ന ആളും ഈ പെണ്ണും സ്ത്രീയും അവർ രണ്ടുപേരും തിരുവനന്തപുരത്ത് താമസിക്കുമായിരുന്നു വരെയുള്ള കാര്യം. അപ്പൊ പിന്നെ ഇതിനകത്തൊക്കെ എന്ത് വ്യക്തതയാണുള്ളതാ. പിന്നെ സന്ദീപ് വാര്യരുടെ ഒരു പഴയ പോസ്റ്റ് ഉണ്ടായിരുന്നു, ഈ പറയുന്ന ഏത് ചാനലാണെന്നും ഈ പെണ്ണിന്റെ പേരും മറ്റേ ആളുടെ പേരും കല്യാണം കഴിച്ച ആളുടെ പേരും എല്ലായിട്ട് ആശംസ വീഡിയോ വരെ കിടപ്പുണ്ടായിരുന്നു, ഒരു ഫോട്ടോ പോസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഇന്ന് ഡിലീറ്റ് ആയിട്ടാണ് കാണുന്നത്. പക്ഷേ ചില സോഷ്യൽ മീഡിയകളിലും മറ്റുമായിട്ട് FB-ലൊക്കെ ഇത് ഇപ്പൊ കാണുന്നുണ്ട്. ഞാൻ പലയിടത്തും 2-3 കണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഈ കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ എല്ലാം ഇപ്പൊ ജനങ്ങൾക്കെല്ലാം അറിയാം. ഇവർക്ക് രണ്ടുപേർക്കുള്ള കാര്യത്തിൽ എന്ത് കാര്യമാണ് ഈ പറയുന്ന ജനങ്ങൾക്ക് കിട്ടുന്നത്? ജനങ്ങൾക്ക് വേണ്ടത് ജനങ്ങളെ സംബന്ധിക്കുന്ന കാര്യമാണ്, അല്ലാതെ ആരുടെയും അവിഹിത കഥ നോക്കി നടക്കല്ല ജനങ്ങളുടെ പരിപാടി. അത്